ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് തന്നല്ലോ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ഒന്ന് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിൽ സാമുവൽ അവറുകൾ, നമ്മുടെ അപ്പോസ്തലൻ പാസ്റ്റർ ജിനു ജോർജ് അവറുകൾ, കോയ ടീം, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഈ കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷമാണല്ലേ? ആമേൻ. കുറച്ചു നേരം നമ്മളൊന്ന് കർത്താവിൽ സന്തോഷിക്കാൻ പോവുകയാണ്. കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ഒന്ന് ആ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിനെ നമ്മളാൽ കഴിയും വിധം നമുക്ക് പറ്റുന്ന അത്രയും കൊതി തീരും വരെയും ഈ ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാൻ തയ്യാറായിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ ദാഹത്തോടെ കടന്നു വന്നവർ ആരും വെറുതെ മടങ്ങി പോകില്ല. ദാഹിക്കുന്നവന് വെള്ളം കിട്ടും. ഹല്ലേലൂയ. ഒരു നിമിഷം കുമാർ നമ്മുടെ അധരങ്ങളും വായകളും ഒക്കെ ഒന്ന് ചലിപ്പിച്ച് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട്. അപ്പാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ മഹാസാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. അവിടുത്തെ വിലയേറിയ സാന്നിധ്യത്തെ ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ അയക്കുന്നതിനായി സ്തോത്രം. We praise you, Jesus. We worship you, Lord. Hallelujah. Yeshua. Love you, we love you, we love you, Jesus. Hallelujah. Come on, എല്ലാ വായികളും ഒന്ന് തുറന്ന് ഒന്ന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാൻ കഴിയുമോ? Oh, hallelujah, hallelujah, hallelujah. We praise you, Jesus. We praise you, Jesus. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. പരിശുദ്ധനായവനേ, പകൽ കർത്താവിൽ സന്തോഷിക്കാൻ ഒരു അവസരം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയെങ്കിൽ അത് വെറുതെ വിട്ടുകളയരുത്. അത് വെറുതെ വിട്ടുകളയരുത്. ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ചില നാളുകൾക്ക് ശേഷം എൻ്റെ മാതാവ് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്, ഈ ആലയത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം എൻ്റെ മമ്മിയുടെ ഒത്തിരി പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ആണ് എന്നെ ഇവിടെ നിർത്തുന്നത്. എൻ്റെ ലൈഫിൽ ഓരോ ശുശ്രൂഷയിൽ ഓരോ ഘട്ടങ്ങളിലും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അതെൻ്റെ ബ്ലെസ്സിങ് ആണ്. മറ്റാർക്കും തരാൻ കഴിയാത്തൊരു ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ഞാനിത് പറയണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെങ്കിൽ അത് ഒത്തിരി മാതാപിതാക്കൾക്ക് ഒരു ബ്ലെസ്സിങ് ആയി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നുവരെയും എൻ്റെ മമ്മി ഞങ്ങൾ മക്കൾ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ കേട്ടിട്ടില്ല, കർത്താവേ എൻ്റെ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണേ, കാറ് കൊടുക്കണേ, വീട് കൊടുക്കണേ എന്നൊന്നും പ്രാർത്ഥിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ എൻ്റെ മക്കൾ 3 പേരും സമ്പന്നരാകണം, ആത്മീകത്തിൽ സമ്പന്നരാകണം. ഈ ഭൂമിയിൽ അവർക്ക് കിടക്കാൻ ഇടമില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ആത്മീകത്തിൽ ഒട്ടും കുറഞ്ഞു പോകരുത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. എൻ്റെ മാതാവും പിതാവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ.
ഒരു കണ്ണുനീരോട് കൂടെ അല്ലാതെ ഇത് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാനിത് പറഞ്ഞതിന്റെ സാരം തലമുറകളെ ഓർത്ത്, മക്കളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന, കർത്താവ് എന്തായി തീരുമെന്നുള്ള നിരാശയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാവും പിതാവും ഇതിനകത്തുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല. നാളെ എപ്പോഴെങ്കിലും നിങ്ങളുടെ തലമുറകളും ഇതുപോലെ മറ്റൊരു വേദിയിൽ പറയുന്നത് നിങ്ങൾ കേൾക്കും, നിങ്ങൾ കാണും. ഹല്ലേലൂയ. കരമുയർത്തിയ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഈ ദൈവപ്രവർത്തികൾ കഴിഞ്ഞ തലമുറയിൽ കൊണ്ട് അവസാനിച്ചു പോയിട്ടില്ല. കഴിഞ്ഞ തലമുറ വരെ, അല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാർ വരെ ഈ ദൈവസാന്നിധ്യം എങ്ങനെ ചലിച്ചോ അതിന്റെ ഇരട്ടിയായി ഈ തലമുറകളിലേക്കും ദൈവസാന്നിധ്യം പകരപ്പെടുന്നത് നാം കാണും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവപ്രവർത്തികൾ ഒരിക്കലും അവസാനിച്ചു പോയിട്ടില്ല. ആ ദൈവസാന്നിധ്യം ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. ഈ തലമുറയെ കൊണ്ടും ദൈവം വൻ കാര്യങ്ങളെ ചെയ്യിക്കുന്നത് നമ്മൾ കാണും. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അങ്ങനെയെങ്കിൽ ചേർന്നൊന്ന് പാടാൻ കഴിയുമോ? തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം മനസ്സ് തുറന്നൊന്ന് ചോദിക്കുമോ? അപ്പാ നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ഒന്നുമില്ലാതെ കിടന്നിരുന്ന എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, ഒരു യോഗ്യതയും പറയാനില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപമാനമായി മാറിയിരുന്ന എന്നെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ആണെന്ന് ആ ഒരു തരത്തിലേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ആ ഒരു അപ്പന്റെ കൃപയാണ്, ആ ദൈവത്തിന്റെ സ്നേഹമെന്ന് പൂർണ്ണമായും ആദരങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നമുക്ക് പറയാനുള്ളത് ഇതാണ്, ചേർന്ന് പാടുമോ? നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെയോ അങ്ങയുടെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ഒരിക്കൽ കൂടെ ശബ്ദമെല്ലാം ഉയർത്തി പറഞ്ഞേ, നീ എന്നെ
give you all the glory.
ഉയർത്തിയ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നാം വരുന്നതിന് മുൻപേ ഈ ഹാളിനകത്ത് ഇറങ്ങി തുടങ്ങിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നാം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ അധരങ്ങളിലേക്ക് പകരപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഹാളിന് പുറത്തിറങ്ങിയാൽ, ഈ ഡോറിന് പുറത്തിറങ്ങിയാൽ അവിടെ നടക്കുന്നതൊക്കെ സാധാരണമായ കാര്യങ്ങളാണ്. സാധാരണ മനുഷ്യർ, സാധാരണമായ കാര്യങ്ങൾ. പക്ഷെ ഇതിനകത്ത് നടക്കുന്നതെല്ലാം അസാധാരണമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കാരണം ഇവിടെ ചലിക്കുന്നത് മനുഷ്യന്റെ വാക്കുകളോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒന്നുമല്ല, ദൈവപ്രവൃത്തികൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തിരക്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വേദഭാഗമുണ്ട്. എന്നെ ബലപ്പെടുത്തി, എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുൻപോട്ട് നയിക്കുന്ന ഒരു വേദഭാഗമാണ് യോശുവ 10-ാം അധ്യായം. അതിന്റെ 12-13 വാക്യങ്ങൾ നാം കാണാൻ കഴിയുന്ന യോശുവയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ശേഷം വായിക്കുന്നത് ഇങ്ങനെയാണ്: ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. യോശുവയുടെ വാക്കുകളുടെ ശക്തി. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. മറ്റൊരു ഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിന്റെ 10-ാം അധ്യായത്തിൽ നാം ഒരു കുരുടനായ മനുഷ്യനെ കാണുന്നുണ്ട്. തിമായിയുടെ മകനായ ബർത്തിമായി. തന്റെ ആവശ്യം എന്താ? തനിക്ക് കണ്ണ് കാണത്തില്ല, കാഴ്ചയില്ല. യേശു അതിലെ പോകുന്നു എന്ന് കേട്ടിട്ട് തനിക്കറിയാം ആരെ കൊണ്ട് എനിക്ക് കാഴ്ച ലഭിക്കാൻ പറ്റുമെന്നുള്ളത് ബർത്തിമായിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. താൻ നിന്ന് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. തന്റെ നിലവിളി, ആ നിലവിളിക്ക് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. തന്റെ നിലവിളിയുടെ മുമ്പിൽ നിന്നത് സൂര്യനുമല്ല, ചന്ദ്രനുമല്ല. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു അവിടെ നിന്നു. ആമേൻ. ഭക്തന്റെ പ്രാർത്ഥനകളെ മറികടന്ന് പോകാൻ കഴിയാത്തൊരു ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ യാചനകളെയും മറികടന്ന് പോകാൻ ഈ ദൈവത്തിന് പറ്റത്തില്ല. യോശുവയുടെ വാക്കുകൾ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും പോട്ടെ, ഒരു സൃഷ്ടി അവിടെ നിന്നെങ്കിൽ ഒരു ഭക്തന്റെ നിലവിളിയുടെ മുമ്പിൽ നിന്നത് സൂര്യനോ ചന്ദ്രനോ ഒരു സൃഷ്ടിയല്ല, സൃഷ്ടിതാവ് അവന്റെ മുമ്പിൽ നിന്നെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ യേശു നിൽക്കും, അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കരമെല്ലാം ഉയർത്തിയ ദൈവത്തിനൊന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിലും ചേർന്ന് പറഞ്ഞേ, പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല, ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും. ചേർന്നൊന്ന് പറയാൻ കഴിയുമോ? പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂവിലില്ല, ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളിലും നമ്മെ പിരിക്കുന്നുവെന്ന് പാർ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം
പകൽ വിശ്വാസത്തോടെ നാം ആ പാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോയി. കഴിയുമെങ്കിൽ കരങ്ങളെ ചേർത്ത് തട്ടിയ ദൈവത്തിന് നിന്ന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. Put your hands together. തകരാത്തതായി യാതൊരു മതിലും ചേർന്ന് പറഞ്ഞ വരികളെ പ്രാർത്ഥനയിൽ മാറാത്തതായി യാതൊന്നും ആരാധനയിൽ മധ്യ തകരാത്തതായി യാതൊരു മതിലും ഇന്നുമെന്നും എന്നും ദൈവം നമ്മുടെ ദൈവമത്രേ. മാറില്ല, അവൻ മറക്കില്ല, ഒരു നാളിലും നമ്മെ പിരിക്കുന്നുവെന്നും. ഓ ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറില്ല, അവൻ മറക്കില്ല, ഒരു നാളിലും നമ്മെ പിരിയുമില്ല. Come on, sing louder. Amen. 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 മുത്തൊന്നും വരികയില്ല, ഉറപ്പോടെന്ന് പറഞ്ഞു. മുത്തൊന്നും വരികയില്ല, പാത നമ്മെ തൊല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുന്നില്ല, അവൻ മാറ്റുന്നില്ല, ഒരു നാളിലും നമ്മെ പിരിയുന്നില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ മാറുന്നില്ല, അവൻ മറക്കുന്നില്ല, ഒരു നാളിലും നമ്മെ പിരിയുന്നില്ല. Come on, sing louder. Amen. 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 നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുത്താൽ പുതുഗാനത്താൽ നമ്മെ നിറയ്ക്കും. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുത്താൽ പുതുഗാനത്താൽ നമ്മെ നിറയ്ക്കും. ഇന്നുമെന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ദൈവം. മാറുന്നില്ല, അവൻ മറക്കില്ല, ഒരു നാളിലും നമ്മെ പിരിയുന്നില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുന്നില്ല, അവൻ മറക്കില്ല, ഒരു നാളിലും നമ്മെ പിരിയുന്നില്ല. Amen. Amen. ശക്തിയോടെ ചേർന്ന് പറയാണ്ട്. Hallelujah. Amen. 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 അതുകൊണ്ട് ചേർന്ന് പാടുമോ? പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. നല്ലവനവൻ
ചേർന്ന് പറഞ്ഞേ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, സമാധാന സന്തോഷം ദാനമായി ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ. ഓടി വരാൻ തുലരികതേ വിടുതൽ നമുക്കുണ്ട്. വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീൻ, യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, മുട്ടുവിൻ തുറക്കും, സ്വന്തത്തിൽ കലവരം പ്രാപിക്കാം. ഇത് പകലത് വേണമെന്നുള്ളവർ ചേർന്ന് മുട്ടുവിൻ തുറക്കും, സ്വന്തത്തിൽ കലവരം പ്രാപിക്കാം. എത്രയോ നന്മകൾ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമായ പ്രാർത്ഥന, ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമായ പ്രാർത്ഥന, ഓ ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ നമുക്കുണ്ട്. വിടുതൽ ഓ വിടുതൽ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, ഓ വിടുതൽ. ആരാധിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകി. ഓ ദേഹത്തെ ആത്മാവിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ. ഓ ബലം ചുലവൈഡം ചുലവാരി മുതൽ ചുമനം വൈഡം ചേരെ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ഇകരം ചുലവൈഡം ചുലവൽ കമനം വൈഡം ചേര്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ, മടുത്തു പോകാതെ പ്രാപിക്കാം, വിശ്വാസത്തോടെ പ്രാപിക്കാം, മടുത്തു പോകാതെ പ്രാപിക്കാം, വിശ്വാസത്തോടെ പ്രാപിക്കാം. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ പ്രാർത്ഥന വെറുതെ പോകത്തില്ല. എന്റെ പ്രാർത്ഥന അവൻ എന്റെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിംഗ് ആയി പിന്നീട് മാറുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം,
ചേർന്ന് പാടുമോ? പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ചേർന്ന് പാടിയാണ് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം ആത്മാവിൽ. ഓരിയലം തുലവൈടം തുലവൽഭവനേ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം ആത്മാവിൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു തീരുമാനമായി ഇത് പകർന്നു മാറണം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത് പിന്നോക്കം പോയെങ്കിൽ അത് മടക്കി വരണം. അതിനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ദൈവാത്മാവ് നമ്മെ നയിക്കണം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഇകരം തുലവൈടം തുലവൽഭവനം വൈടത്തേരെ ഇവർക്കമനകരം ശേ. ഇകരം തുലവൈടവരം തുലരീവരവൈടവരാധനരികതേ. ഇകരം തുലവൈടം തുലവൽഭവനേ ഇവർക്കമനകരം ശേ. ഇകരം തുലവൈടവരാധനരിവദലരം ശേ. ഇകരം തൽഭ്രമണം വൈടം തേരെ ദീവാലാദാ വൈടം തേരികരം തുലവൈടവരം തലരികതേ. ഇകരം ശബ്ദേരികരം തൽഭ്രമണം വൈടം തേരം ദൂരത്തേരികരം തുലവൈടവരാധനരികതേ. ആത്മശാന്തി നമ്മൾ തിരിച്ചറിയുന്നവർ, ആത്മശാന്തി നമ്മൾ തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അന്യഭാഷകളിൽ അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അന്യഭാഷകളിൽ ആ ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞു. ഓരികരം തുലവൈടം തുലവൽഭവനം വൈടം തേരെ ദീവർക്കമനകരം ശേ. ഇകരം തുലവൈടവരാധനരികതലരം ശേ. തേരെ രംതൽഭ്രമനേ ദൂരം തേരെ വൈടം തേരികരം ശേ. ഇകരം തുലവൈടവരാധനരികതലരം ശേ. തേരെ ദീവത്തേരം വൈടം തേരം ദൂരമാനാ ഈഗാധാലരം ശേ. തേരെ ദീവര വൈടവരം തുലരികതലരം ശേ. തേരികരം തുലവൈടവരാധനരിവരവൈടവരം തേ. ഇകരം ശേ. തേരികരം തുലരികത ദൂരം തേരം വൈടം തേരികരം ശേ. തേരികരം തുലവൈടവരാധനരികതേ. ആത്മശാന്തി നിങ്ങൾ ചലിക്കട്ടെ. ഒരു നദി പോലെ അളവില്ലാത്തൊരു ആത്മപകർച്ച ഈ ജനത്തിന്റെ മേൽ ദൈവാത്മാവ് പകരുന്നൊരു പകരാണ്. ദൈവാത്മാവ് നിറയ്ക്കുന്നൊരു പകരായി. ചില ജീവിതങ്ങളോട് ഇടപെടുന്നൊരു പകരായി. ചില ജീവിതങ്ങളെ മാറ്റി എഴുതുന്നൊരു പകരായി. ഓ ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അപ്പാവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ അളവില്ലാത്ത പകർച്ചയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലെ ഞങ്ങളെ തന്നെ അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. മാത്രം ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യൻ, സകല പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ കഴിയുന്നവൻ മടുത്തു പോകാതെ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ആരാധനയിൽ മടുത്തു പോകാതെ നമുക്ക് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവർ ചേർന്ന് കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ശരീരം അനുവദിക്കുന്നവർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവത്തിനൊന്ന് പാടി മഹത്വം കൊടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, എന്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, അസാധ്യമെന്നൊരു വാക്കുപോലുമില്ല ദൈവത്തിന്. ഹല്ലേലൂയ. നമുക്ക് പറയാറുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളും അനുഗ്രഹങ്ങളും ഒക്കെ പിശാച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്.
എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ അതൊന്ന് മാറ്റി പറയുന്ന പകലാണ്. ആർക്കും സന്തോഷമില്ലല്ലോ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളും നമുക്ക് വേണ്ടി അവൻ തരാൻ പോകുന്ന അനുഗ്രഹങ്ങളൊക്കെ പിശാച് തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ ദൈവജനം പറയുകയാണ്, പിശാച് നമുക്ക് നേരെ ഒരുക്കുന്ന പദ്ധതികൾ, നമ്മെ തകർക്കാൻ ഇല്ലാതാക്കാൻ നോക്കുന്ന പദ്ധതികളും ദൈവം തന്റെ അനുഗ്രഹങ്ങളാലും നന്മകളാലും തടയുന്നൊരു പകലാണ്. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദൈവ സാന്നിധ്യത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. മനുഷ്യർക്ക് അതുണ്ട്, പക്ഷേ ദൈവത്തിന് അതില്ല. എത്ര പേർ പാടും? നീർ വന്താൽ സൂഴ്நிலை മാറുമേ, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. അവിടുത്തെ സാന്നിധ്യം എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. എല്ലാ കണ്ണുകളും അടച്ചു, എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തി, എല്ലാ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നിറവേ நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே ചേർന്ന് പറഞ്ഞു, நிறைவே நீர். ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി.
വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെയാ അവനെ പോലെ യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് ഇതുപോലെ എത്ര പേർക്ക് പറയാൻ കഴിയും? ഓ യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെയാ അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. എന്റെ ഹൃദയത്തെ തൊടുവാൻ, താലോടുവാൻ യേശുവെ പോലാരെയും കണ്ടതില്ല. ഇന്ന് പകലാമൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മുറിവുകളെ, നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ താഴ്ചകളെ ഒക്കെ ഒന്ന് മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരാം. ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു ആത്മതലത്തിന്റെ പുതിയ അനുഭവത്തിലേക്ക് നമ്മെ ഒന്ന് കൈപിടിച്ച് കയറ്റാം. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. എത്ര വലിയ മുറിവായിക്കോട്ടെ, എത്ര വലിയ പ്രയാസമായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ, നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. മനസ്സ് തകർന്ന്, മനസ്സുരുകിയൊന്ന് യേശുവെ എന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രതികൂലം ഒന്നുമല്ല, നമ്മുടെ പ്രതിസന്ധികൾ ഒന്നുമല്ല. ഓ എന്റെ ഹൃദയത്തെ, എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ താലോടുവാൻ യേശുവെ പോരാരെയും യേശുവെ ഞാൻ ഒരിക്കലും വിലച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനെ. എന്റെ ഹൃദയത്തെ തൊടുവാൻ, എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ താലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടില്ല. ഇത്രയേറെ ആനന്ദം, ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുവൻ യേശുവെ ഞാൻ ഒരിക്കലും വിലച്ചതില്ല.
നിമിഷം കൂടെ ആ ദൈവസന്നിധിയിലേക്കൊന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മറ്റാരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ, മറ്റാരെങ്കിലുമൊക്കെ ദൈവം നല്ലവനെന്ന് മറ്റുള്ളവർ കേട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്ന് എൻ്റെ യേശു എനിക്ക് നല്ലവനെന്ന് പറയാൻ കഴിയുന്ന, മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താൽ ഇന്നയാൾ എനിക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്തെന്ന് ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നതിനേക്കാൾ ആ വ്യക്തി അത് എന്നോട് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊന്ന് പറഞ്ഞേ, ആ യേശു അപ്പ കേൾക്കിയൊന്ന് പറയണം, അപ്പാ നീ എനിക്ക് നല്ലവനാണ്, എൻ്റെ യേശു എനിക്ക് നല്ലവനെന്ന് മറ്റാരും കേട്ടില്ലേലും കുഴപ്പമില്ല, മറ്റാരും കേട്ടില്ലേലും കുഴപ്പമില്ല. യേശു അപ്പ കേൾക്കണം, അപ്പാ നീ എനിക്ക് നല്ലവനാണ്. ചേർന്നൊന്ന് പറയാൻ കഴിയാമോ? എത്ര ഭാരമായാലും പ്രതിസന്ധിയായാലും നാം വീണ് പോകാത്തതിന്റെ റീസൺ ഇതാണ്. നാം തകരാത്തതിന്റെ റീസൺ ഇതാണ്. മനുഷ്യർക്ക് തകർക്കാൻ കഴിയും, മനുഷ്യർ തകർക്കാൻ ശ്രമിക്കും, പക്ഷെ അതൊരു ശ്രമം മാത്രമായി അവശേഷിക്കത്തേ ഉള്ളൂ, അതൊരു ശ്രമം മാത്രമായി മാറത്തേ ഉള്ളൂ. ഞാൻ തകരാൻ അനുവദിക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്ന്, ഞാൻ വീണ് പോകാൻ എന്നെ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പല ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ മനസ്സെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി ആത്മാവിലൊന്ന് പറയണം ഇന്ന് പകൽ, ഇനി പ്രതിസന്ധിക്കോ പ്രതികൂലത്തിനോ ഭാരത്തിനോ എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന്. കമോൺ, എത്ര പേർ പറയും? ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോടിടും തന്മാർവില്ലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോടിടും തൻ. ഞാൻ പറഞ്ഞതുപോലെ യേശു അപ്പ കേൾക്കിയെന്ന് പറഞ്ഞു, നല്ലവൻ യേശു നല്ലവൻ, ഇന്നലെയും എന്നും അങ്ങേ നല്ലവൻ, യേശു ഇന്നലെയും എന്നും അങ്ങേ നല്ലവൻ, എന്നും നല്ലവൻ, നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും എന്നും അങ്ങേ നല്ലവൻ, യേശു ഇന്നലെയും. നമ്മുടെ സമയം നോക്കാതെ, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കാതെ നമുക്ക് വേണ്ടുന്നതിനെ ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നാം എത്ര ബിസിയായാലും, നാം എത്ര തിരക്കിട്ട് പോയാലും, നാം ഈ ദൈവ സാന്നിധ്യം മറന്നു പോയാലും നമ്മെ മറക്കാതെ നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നമ്മെ അവന്റെ മാരണത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ടെന്ന് അത് ജീവിതത്തിൽ അനുഭവിച്ചവർ ഞാൻ എത്ര പേരുണ്ട്? അവർ എത്ര പേര് പാടുവാൻ കഴിയും? രാവിലും പകലിലും ചേലോതൻ പാല, രാവിലും പകലിലും ചേലോതൻ പാല, രാവിലും പകലിലും ചേലോതൻ പാല, രാവിലും
യേശു സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയും. ഈ പകലും ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുക. ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ നാമത്തെ ഞങ്ങൾക്ക് ചേർന്ന് ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ അഭിഷിക്തൻ അപ്പോസ്തലൻ തിന്നു ജോർജ് പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ ദാസനെ ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അവിടുന്ന് മാനവും മഹത്വം എടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തയേശുവിന്റെ തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുന്നില്ല. യേശു വാക്കുമാറുന്നില്ല. ചേർന്ന് പാടാമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുന്നില്ല. യേശു വാക്കുമാറുന്നില്ല. എത്ര പേർ പറയും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ നിറവേറും. നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ? ദുഷ്ടന്റെ ആശ, എന്നെ കുറിച്ചുള്ള ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ നിറവേറും. ആത്മാവിൽ ഇന്ന് പകൽ അതൊന്ന് പ്രഖ്യാപിക്കാൻ സന്തോഷമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഒന്ന് ചേർന്ന് പാടുക. ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ നേരെ ഉയർന്നെന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല, 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 ഞാൻ വളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുന്നില്ല. യേശു വാക്കുമാറുന്നില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ഈ പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രാജ്യം മുഴുവൻ ഇന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, റിപ്പബ്ലിക് എന്ന ആ ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നവരും നമ്മുടെ ഒരു ഭാരതീയൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുമാണ്. വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ്. ഈ രാജ്യത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. ഈ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ, ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ വിവിധ നിലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. നമ്മുടെ രാജ്യം ദൈവ തേജസ്സിന്റെ മഹാരാജ്യമായി ദൈവിക സമാധാനവും ഐക്യതയും ദൈവിക സന്തോഷവും ഈ ദേശത്തിൽ ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ലിഫ്റ്റ് യുവർ ഓൾ ഹാൻഡ്സ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ചില മിനിറ്റുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 76ാമത് റിപ്പബ്ലിക് ഡേ ഇന്ന് നമ്മുടെ രാജ്യം ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങളുടെ പിറകിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട്, ഒത്തിരി അധ്വാനങ്ങളുണ്ട്, ഒത്തിരി യുദ്ധങ്ങളുണ്ട്, ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തവരെല്ലാം നമുക്ക് ഈ സമയം ഓർക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഇന്ത്യൻ ആർമിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 യൂണിയൻ ടെറിട്ടറീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകളെ ഉയർത്തി ആത്മാർത്ഥമായി ഹല്ലേലൂയ. എല്ലാ സ്റ്റേറ്റുകളെയും ഓർക്കാം. ഒന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ശബ്ദം ഉയർത്തി. ഐ ആം വെരി പ്രൗഡ്, ഐ ആം ആൻ ഇന്ത്യൻ, ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ രാജ്യം മനോഹരമാണ്, നമ്മുടെ രാജ്യം അനുഗ്രഹീതമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. ആന്ധ്രാപ്രദേശിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്ത്. അരുണാചൽ പ്രദേശിനായി പ്രാർത്ഥിച്ച്, ആസാമിനായി പ്രാർത്ഥിച്ച്, ബീഹാറിനായി പ്രാർത്ഥിച്ച്, ഛത്തീസ്ഗഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഗോവയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്ത്, ഗുജറാത്തിനായിട്ട് പ്രാർത്ഥിച്ച്, ഹരിയാനയ്ക്കായി പ്രാർത്ഥിച്ച്, ഹിമാചൽ പ്രദേശിനായി പ്രാർത്ഥിച്ച്, ജമ്മു കാശ്മീരിനായി പ്രാർത്ഥിച്ച്, ജാർഖണ്ഡിനായി പ്രാർത്ഥിച്ച്, കർണാടകയ്ക്കായി പ്രാർത്ഥിച്ച്, കേരളത്തിനായിട്ട് മലയാളികളെല്ലാം കേരളത്തിനായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, മധ്യപ്രദേശിനായിട്ട് സ്തോത്രം ചെയ്ത്, മഹാരാഷ്ട്രയ്ക്കായി സ്തോത്രം ചെയ്ത്, മണിപ്പൂരിനും മേഘാലയയ്ക്കുമായി പ്രാർത്ഥിച്ച്, മിസോറാമിനും നാഗാലാൻഡുമായി പ്രാർത്ഥിച്ച്, ഒറീസയ്ക്കായി പഞ്ചാബിനായി പ്രാർത്ഥിച്ച്, രാജസ്ഥാന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, സിക്കിമിനായി, തമിഴ്നാടുവിനായി പ്രാർത്ഥിച്ച്, തെലുങ്കാനയ്ക്കായി പ്രാർത്ഥിച്ച്, ത്രിപുരയ്ക്കായി, ഉത്തർപ്രദേശിനായി പ്രാർത്ഥിച്ച്, ഉത്തരാഖണ്ഡിനായി, വെസ്റ്റ് ബംഗാളിനായി പ്രാർത്ഥിച്ച്, എല്ലാ സ്റ്റേറ്റുകൾക്കായി, 28 സ്റ്റേറ്റുകൾക്കും 8 യൂണിയൻ ടെറിട്ടറിക്കുമായി 2 കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാ ഭാരതീയരും, എല്ലാ ദൈവമക്കളും നമ്മുടെ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി ശബ്ദമുയർത്തി. Oh, we thank you, Holy Spirit. Lift up your holy name, Jesus. ശബ്ദമുയർത്തി. Thank you, Jesus. ഈ 28 സ്റ്റേറ്റുകളിലും
ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. 8 യൂണിയൻ ടെറിട്ടറികളിലും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഈ സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന സകലരെയും ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്, എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ഓർത്ത്, എല്ലാ ജില്ലകളെയും എല്ലാവരും കൈകളെ ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ ദേശത്തിന്റെ ഉണർവിനായി ഹല്ലേലൂയ, നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവർക്കായി, നമ്മുടെ കേരളത്തിനായി, ഈ സംസ്ഥാനത്തിനായി എന്ന് പ്രാർത്ഥിച്ച്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ആരാധന നടക്കുന്നത്, ഇപ്പോൾ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാനായി, ഒരു വലിയ ദൈവിക ഉണർവിനെ നമ്മുടെ രാജ്യത്തിൽ പരിശുദ്ധാത്മാവ് അയക്കുവാനായി, ദൈവത്താൽ അയക്കപ്പെട്ട ഉണർവുകളെ സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഓൾ ദ പാസ്റ്റേഴ്സ്, എല്ലാ പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിച്ച്, എല്ലാ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു ചർച്ചിന് വേണ്ടി മാത്രമല്ല, എൽ ഷദായ് മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം. Pray for all the pastors, all the churches, all the evangelists, all the priests, all the bishop, എല്ലാ ബിഷപ്പുമാർക്ക് വേണ്ടിയും, എല്ലാ പ്രീസ്റ്റുമാർക്ക് വേണ്ടിയും, എല്ലാ പാസ്റ്റേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി. Thank you Jesus, thank you Jesus. നിങ്ങളുടെ കയ്യിലേക്ക് ഞാനിപ്പോൾ ഈ മൈക്രോഫോൺ തന്നാൽ, നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചാൽ, നിങ്ങൾ എങ്ങനെയായിരിക്കുമോ ഈ 28 സ്റ്റേറ്റുകൾക്കും 8 യൂണിയൻ ടെറിട്ടറിക്കും വേണ്ടി, ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ നിലയിൽ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഈ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിലോട്ട് ഞങ്ങളുടെ രാജ്യത്തെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനത്തിനായി, സ്വസ്ഥതയ്ക്കായി, ദൈവിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തിലുള്ള ചെറുതും വലുതുമായ സകല ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭയാം കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ഡിസ്യൂണിറ്റുകളെയും കർത്താവ് നീക്കം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാ ഡിവിഷനുകളെയും കർത്താവ് നീക്കം ചെയ്യണമേ. ജനം ഒന്നാകട്ടെ, ജനം ഒന്നാകട്ടെ. ആദരങ്ങൾ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. Pray for everyone. Thank you Holy Spirit, thank you Holy Spirit. 76ാമത് റിപ്പബ്ലിക് ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ രാജ്യം ഇന്ന് ആഘോഷിക്കുമ്പോൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമായി ഈ രാജ്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, കർത്താവേ, ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന അധികാരികളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഞങ്ങളുടെ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കുന്ന ദൈവസഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയാം കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം ഇന്ന് ഈ ആരാധനയിൽ ഉയരട്ടെ. Thank you Jesus. ഒരു ഡിനോമിനേഷൻ ബാരിയറുകളില്ലാതെ എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിനായി പീഡനങ്ങൾ സഹിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന ദൈവവൃത്യന്മാർക്കായി പ്രാർത്ഥിച്ചു. ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തുമ്പോൾ എന്റെ വരവാകുമെന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. ഒരാത്മഭാരത്തോടു കൂടെ ഒരു വലിയ റിവൈവൽ, വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ ഉണർവ് ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ ദേശത്തിൽ ഉണ്ടാകാനിടയാകട്ടെ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, കൈകളൊന്ന് ഉയർത്തി നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. ഇമ്മാനുവൽ കേവി ഒന്ന് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച പോലെ ഇതിനായിട്ട് ഒന്ന് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് യേശുവിനെയാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് സമാധാനത്തിന്റെ പ്രഭുവിനെയാണ്. ഞങ്ങളുടെ
ഭാരതത്തിന് വേണ്ടത് അത്ഭുത മന്ത്രിയും വീരനാം ദൈവവുമായ അങ്ങയാണ്. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടത് ലോകരക്ഷകനായ യേശു കർത്താവിനെയാണ്. ഇന്ന് പകൽ ഞങ്ങൾ കർത്താവ് ആമേൻ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ, ജനം സത്യം അറിയുവാൻ, ജനം രക്ഷകനെ കണ്ടുമുട്ടുവാൻ. ആമേൻ ആമേൻ. ഇരുട്ടിലിരുന്നൊരു ജനം ആമേൻ അവർ വെളിച്ചം കണ്ടുവെന്ന് ഞങ്ങൾ കർത്താവെ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഭാരതം സത്യ വെളിച്ചവുമായി എൻകൗണ്ടർ ഉണ്ടാകുന്ന കർത്താവെ ഒരു വർഷമായി ഇതിനെ മാറ്റണമേ. ഞങ്ങളുടെ അഭിഷക്തൻ ഇന്ന് പകൽ ഈ ഭാരതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അഭിഷക്തന്റെ ആദരത്തിലൂടെ എന്തെല്ലാം ഈ ദേശത്തെ, ഈ രാജ്യത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അതെല്ലാം സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഭാരതത്തിന്റെ ഓരോ മുക്കും മൂലയും കർത്താവെ സുവിശേഷത്തിന്റെ ധ്വനി മുഴങ്ങുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ തയ്യാറാകട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. നിനവെ പട്ടണം വിടുവിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഞങ്ങളുടെ ഭാരതം യേശുവിൻ്റെതായി തീരട്ടെ. ഞങ്ങളുടെ ഭാരതം കർത്താവിൻ്റെതായി തീരട്ടെ. ഞങ്ങളുടെ ഭാരതത്തെ അങ്ങ് വിടുവിക്കണമേ. എല്ലാ അനാചാരങ്ങളും ഞങ്ങൾ ആത്മാവിൽ നിർത്തൽ ചെയ്യുന്നു. എല്ലാ ആഭിചാരങ്ങളെയും ഞങ്ങൾ ഒഴിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഈ രാജ്യത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഈ ജനത്തിന്റെയും പാസ്റ്റർ ഇമ്മാനുവേലിന്റെയും പ്രാർത്ഥനയെ കർത്താവ് സ്വീകരിച്ച് അതിന്റെ മേളിൽ ഒരു അത്ഭുതം ചെയ്തതിനാൽ, നമ്മുടെ രാജ്യത്തെ ദൈവം അനുഗ്രഹിച്ചതിനാൽ ഒന്ന് കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഓ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ അലയാനിട. വരികയില്ലവരെന്നെ പിടികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവരെന്നെ പിടികയില്ല, വലതു കൈ പിടിച്ചെന്നെ. ഒരിക്കൽ കൂടെ വിളിച്ച ദൈവം, ഒന്നോ കൈകൾ ഉയർത്തി. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു വരികയില്ലവരെന്നെ പിടികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവരെന്നെ പിടികയില്ല. Oh, Jesus. ജനങ്ങൾ ശബ്ദമുയർത്തി. മാറം നീടാ ദേവി